ഞങ്ങളെ കണ്ണിൽ ഈ രാജ്യത്ത് രണ്ട് തരം പൗരന്മാരേ ഉള്ളൂ. ഒന്ന് ഈ രാജ്യത്തെ നിലവിൽ RSSകാർ, മറ്റൊന്ന് നാളെ ഈ RSSലേക്ക് ചേരേണ്ടവർ. അല്ലാത്ത ആരുമില്ല മാധു ഈ ലോകത്ത്. ഇതെന്തിനാ ഒളിച്ചു കടത്തേണ്ട ആവശ്യം? ഈ BJPയും ഈ RSSും ഒക്കെ പൊട്ടയും ജനവിരുദ്ധവും ജനങ്ങൾക്ക് ദ്രോഹവും ചെയ്യുന്നതാണെങ്കിൽ ജനം തന്നെ അവരെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ദേശഭക്തി തുളുമ്പുന്ന ഗാനം അവർ പഠിപ്പിക്കുന്നതിൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? അതിന് വലിയ എന്ത് നടപടിയാണ് മാധു നമ്മൾ തുടക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് പേടിപ്പിക്കുന്നത് ഇവിടെ? ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തൽ നടത്തുന്നു എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനെതിരെ വിമർശിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഈ തരത്തിലൊരു വിവാദം വിളിച്ചു വരുത്തേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ അങ്ങനെയൊന്നുണ്ടായാൽ സ്വാഭാവികമായും ചർച്ചയാകുമല്ലോ. ഇപ്പോൾ ശിവപ്രസാദ് ചോദിച്ചതുപോലെ ഇത് ദേശഭക്തി ഗാനമാണോ, ഇത് ഗണഗീതമാണോ, അതോ ഇത് സ്കൂളിന്റെ ഒഫീഷ്യൽ ഗാനമാണോ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരേ വിചാരമുള്ളവർക്കിടയിൽ തന്നെ പിഴച്ചു പോകുന്നുണ്ട്. മാധു, നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അരമണിക്കൂറിലധികമായി. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ട് ഈ പാട്ടിനകത്ത് രാജ്യവിരുദ്ധമോ മതേതര വിരുദ്ധമോ ഈ രാജ്യത്തെ ഏതെങ്കിലും ജനതയ്ക്ക് അസ്വസ്ഥമുണ്ടാകുന്ന ഒരു വരി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചോ? മാത്രമല്ല, ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ദേശഭക്തി തുളുമ്പുന്ന ഗാനം അവർ പഠിപ്പിക്കുന്നതിൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? അതിന് വലിയ എന്ത് നടപടിയാണ് മാധു നമ്മൾ തുടക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് പേടിപ്പിക്കുന്നത് ഇവിടെ? ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തെ വൈരുദ്ധ്യാത്മകതയും ഒക്കെ നിലനിൽക്കുമ്പോൾ ആരെയാണ് മാധു പേടിപ്പിക്കും? ഞങ്ങൾ ഒരു കാര്യം മാധുവിനോട് ഉറക്കെ പറയാം. ഞങ്ങളെ കണ്ണിൽ ഈ രാജ്യത്ത് രണ്ട് തരം പൗരന്മാരേ ഉള്ളൂ. ഒന്ന് ഈ രാജ്യത്തെ നിലവിൽ RSSകാർ, മറ്റൊന്ന് നാളെ ഈ RSSലേക്ക് ചേരേണ്ടവർ. അല്ലാത്ത ആരുമില്ല മാധു ഈ ലോകത്ത്. ഇതെന്തിനാ ഒളിച്ചു കടത്തേണ്ട ആവശ്യം? നേരായ മാർഗത്തിൽ തന്നെ കടത്തിക്കൊണ്ട് വന്നില്ലേ? രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ എത്ര പേർ ഭരിക്കുന്നു? എത്ര സംസ്ഥാനങ്ങൾ? ആരാണ് രാജ്യത്തിലെ രാഷ്ട്രപതി? ആരാണ് ഉപരാഷ്ട്രപതി? ഇതിന് പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങ് വളരെ ഭാവനാസമ്പുഷ്ടമായി പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് രണ്ടുതരം പൗരന്മാരുണ്ട്. RSSലേക്ക് വരേണ്ടവരെന്നും RSSലേക്ക് ഇപ്പോൾ RSSലുള്ളവരും ഇനി RSSലേക്ക് വരേണ്ടവരുമാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് രണ്ടുതരം പൗരന്മാരുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരൊറ്റ പൗരനേ ഉള്ളൂ, ഒരേ തരം പൗരന്മാരേ ഉള്ളൂ. എല്ലാവരും ഈക്വലാണ് ബിഫോർ ലോ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ന്യായീകരിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിഫൈൻ ചെയ്യാനും രണ്ടു തരം പൗരന്മാരുണ്ട്. മാധു, ഈ രാജ്യത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? മാധു പറയുന്നത് വിശ്വസിക്കാനും ഞാൻ പറയുന്നത് വിശ്വസിക്കാനും മാത്രമുള്ള വിവേചന അധികാരവും വിവേചന ബുദ്ധിയും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ഒരു കടന്ന കയ്യല്ല. നമ്മൾ അവരെ അവമാനിക്കുകയല്ലേ? നോക്കൂ, ഈ രാജ്യത്ത് ഇപ്പം എൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ചില ആളുകൾ നമ്മുടെ ഭരണഘടനയിൽ ക്ലാസ് എടുക്കുകയാണ് ഇവിടെ വന്നിട്ട്. ഞാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല. നൗഷാദ് അലി, ഈ ഒരു ക്ലാസ് ശിവകുമാറിന് കൊടുത്താൽ പോരെ? നിങ്ങളെ നേതാക്കന്മാർക്ക് ഈ ക്ലാസ്സൊക്കെ ഒന്ന് കൊടുത്ത് പഠിപ്പിച്ചിട്ട് പോരെ മാതൃഭൂമിയുടെ ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്? രണ്ടാമത് മാധു നോക്കൂ, ഈ രാജ്യത്ത് എൻ്റെ CPMൻ്റെ പ്രതി പറഞ്ഞു, ഞങ്ങൾ ഈ ജനങ്ങളോട് പറയുകയാണ്. സാർ, ആണ് നമ്മളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ സത്യം തുറന്നു പറയുകയായിരുന്നു. ഞങ്ങളുടെ ഗുണങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറ്റാൻ പോയ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന് നേതൃത്വം കൊടുത്ത പാർട്ടി 26 കൊല്ലം ബംഗാളും 36 കൊല്ലം ബംഗാളും 24 കൊല്ലം ത്രിപുരയും ഭരിച്ച പാർട്ടി, കേരളത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന പാർട്ടി. നിങ്ങൾ എവിടെ കിടക്കുന്നു മിസ്റ്റർ CPM പ്രതിനിധി? BJPയെക്കുറിച്ച് നിങ്ങളെല്ലാം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യ രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ പ്രചരിപ്പിച്ചില്ലേ ഈ വസ്തുതകൾ? അവസാനം നമ്മൾ വിശ്വസിക്കുന്നത് മാധു ജനാധിപത്യത്തിലല്ലേ? ഇവർ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറഞ്ഞു. അവർ എഡ്യൂക്കേറ്റ് ചെയ്തു. ചില്ലറക്കാരൊന്നുമല്ല. 2 സീറ്റ് മാത്രമുള്ള പാർട്ടി, ഒറ്റയ്ക്ക് ശക്തിയില്ലാത്ത പാർട്ടി. ഈ പാർട്ടിയെ ചർവണം നടത്തി നിങ്ങളൊക്കെ. ഒരു പുത്രപ്രസ്താവന പോലും നടത്താത്ത RSSനെ അധിക്ഷേപിക്കാത്ത മാധ്യമ ചർച്ച കേരളത്തിൽ നടക്കാറുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് RSSനെ പൊലഭ്യം പറയാത്ത ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാറുണ്ടോ? എന്നിട്ട് എവിടെ എത്തി? ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ, മാധുവിന് അറിയുമോ? 26 കോടി സ്വയം സേവകർ, 3000 വിദ്യാലയങ്ങൾ, 60 ലക്ഷം വിദ്യാർത്ഥികൾ, 3 ലക്ഷം അധ്യാപകർ, 90 ലക്ഷം തൊഴിലാളികൾ, 50 ലക്ഷം ABVPക്കാർ, 1 ലക്ഷം പൂർവ്വ സൈനികർ തുടങ്ങി 240 MLA MP മാർ, 1676 MLA മാർ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവികൾ വേറെ. ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത ജനങ്ങൾ മാധു വിഡ്ഢികളാണോ? ജനാധിപത്യ ബോധമില്ലെന്നും കോൺഗ്രസിനെ ജയിപ്പിച്ചെടുത്തത് അവർ ഇവിടത്തേക്ക്
ഓ ഇവരൊക്കെ RSSകാരാണോ? RSSന്റെ രാഷ്ട്രീയ ബാനറിലാണോ ഇവരൊക്കെ മത്സരിച്ചത്? പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ? അല്ല, അതാണ് RSS മത്സരിക്കുന്ന പാർട്ടിയല്ല എന്ന് പോലും മാധുവിന് അറിയില്ല. അല്ലല്ല, എനിക്കറിയാം, പക്ഷെ അങ്ങ് മറന്നുപോയോ എന്ന് ഞാൻ ചോദിച്ചതാണ്. എനിക്കറിയാം, പക്ഷെ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിച്ചാണ്. സ്വയം അല്ല, RSSന്റെ സ്വയം സേവകരോടൊപ്പം രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ അങ്ങ് കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഇത്തിരി അറിവില്ലാത്തവളായി പോയെങ്കിലും അങ്ങനെ അങ്ങ് ചാപ്പയടിച്ച് കിട്ടിയാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചാ മാഷേ, ആണോ എന്ന്. അല്ല മാധു, എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരനെ പ്രതിനിധിയോ CPM പ്രതിനിധിക്കോ പൊള്ളുന്ന എനിക്ക് മനസ്സിലാക്കും. മാധു നിഷ്പക്ഷ ആങ്കർ അല്ലേ? അല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ അങ്ങേക്ക് എന്തിനാണ് പൊള്ളിയത്? ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഞാൻ അങ്ങ് പറഞ്ഞ പോലെ എന്തെങ്കിലും അവമതിപ്പ് നടത്തിയോ? ഞാനൊരു ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. അങ്ങ് സ്വയം സേവകരുടെ കൂടെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ ഒരേ വരിയിൽ പറഞ്ഞപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. എനിക്കറിയാം, പക്ഷേ അങ്ങ് മറന്നുപോയോ എന്ന സംശയത്തിന്റെ പേരിൽ ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അറിവില്ലാത്തവളാകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. മാധുവിന് ഇതൊക്കെ അറിയാം. മാധുവിന് കൃത്യമായിട്ട് ഇതൊക്കെ അറിയാം. പക്ഷേ മാധുവിന് അത് പറയാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് മാധുവിന്റെ ആ ഇരിക്കുന്ന കസേരയുടെ പ്രത്യേകതയോ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാവാം. എനിക്ക് വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയുന്നു, അങ്ങോട്ട് ചോദിക്കാനും കഴിയുന്നതാണ് ഈ കസേരയുടെ മഹത്വം. അതെ ഞാൻ പറഞ്ഞേ, ഞാൻ താങ്കോട് ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ഇവരെ ഈ പറയുമ്പോൾ ഈ RSSനെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഈ BJPയെ തെരഞ്ഞെടുത്ത ഇന്ത്യ രാജ്യ ജനങ്ങൾ മണ്ടന്മാരാണോ? ഇവർ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പാർ ബുദ്ധിയുള്ളവരും ഇവരെയൊക്കെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോഴും നമ്മൾ ഒരു കാര്യം സമ്മതിക്കേണ്ട മാധു, ജനാധിപത്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമല്ലേ? അത് മികച്ചതാണെങ്കിൽ ജനം സ്വീകരിക്കുന്നേ. ഈ BJPയും ഈ RSSും ഒക്കെ പൊട്ടയും ജനവിരുദ്ധവും ജനങ്ങൾക്ക് ദ്രോഹവും ചെയ്യുന്നതാണെങ്കിൽ ജനം തന്നെ അവരെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. അടിയന്തരാവസ്ഥയിൽ പാഠം പഠിപ്പിച്ച ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നില്ലേ മാധു? CPMന്റെ മൃഗീയമായ ബംഗാളും ത്രിപുരയും അവർക്ക് വേദന അനുഭവിച്ചപ്പോഴും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഒറ്റയ്ക്ക് അധികാരം കൊടുത്ത കേരളത്തിൽ ഇപ്പൊ പറയുന്ന ചില ആളുകൾ മാത്രമല്ല, CPM RSS സിലബസ് ആക്കി പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഞങ്ങൾ വളരുന്നു, ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു മാധു. CPMന്റെ ഇവിടെ വന്ന പ്രതിനിധി RSSനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെ, അങ്ങ് പറഞ്ഞ ചരിത്രങ്ങൾക്കെല്ലാം പതിറ്റാണ്ടുകൾ നിലനിന്ന ചരിത്രം കൂടിയുണ്ട്. അത്തരം നിലനിൽപ്പുകൾ എല്ലാ കാലത്തും ഉണ്ടാകുമോ? ജനം എല്ലാത്തിനോടും ഒരേ സമീപനം, ഏത് സ്വേച്ഛാധിപത്യത്തോടും ഒരേ സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ചരിത്രം എഴുതി ചേർക്കട്ടെ.